സുപ്രഭാതം, ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ. വീണ്ടും കുരിശുവീട്ടിൽ ജോണാകേശൻ എറണാകുളത്ത് നിന്ന് ഫിഫ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 32 നോക്കൗട്ട് സ്റ്റേജിൻ്റെ 3-ാം ദിവസത്തെ കളി കഴിഞ്ഞു. കളി എന്താകുമെന്ന് ഞാൻ ഇന്നലെ തന്നെ ഏകദേശം പറഞ്ഞായിരുന്നു. അതിൽ ആദ്യത്തെ കളി നടന്നത് ഐവറി കോസ്റ്റ് നോർവേ 2-1 ജയിച്ചു. പക്ഷേ സ്കോറ് പോലെ നോർവേ വളരെ ആധികാരികമായി ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. കളി മുഴുവനും കണ്ട് അവസാനം ഐവറി കോസ്റ്റ് തോറ്റതിനോട് എനിക്ക് സങ്കടം തോന്നി. ഈ കളിയിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ച് കളിച്ചത് അവരാണ്. ഏകദേശം ഒരു 55% ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു. 14 ഷോട്ട് അടിച്ചു, 5 ടാർഗറ്റിലെത്തി. അതിൽ ഒരെണ്ണം മാത്രം കൺവേർട്ടായുള്ളൂ. കോർണറോളം കിട്ടി. മുഴുവൻ സമയം അറ്റാക്കിംഗ് ആയിരുന്നു. നോർവേ സത്യം പറഞ്ഞാൽ ഡിഫെൻഡ് ചെയ്താണ് കളിച്ചത്. അവർക്കും ബോൾ പൊസിഷൻ ഈ പറയുന്ന പോലെ 45% ഉണ്ടായിരുന്നു. 9 ഷോട്ട് അടിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ 3 ടാർഗറ്റിൽ പോയത്. ആ ടാർഗറ്റിൽ പോയി 3 2 ഗോളാക്കാൻ പറ്റി എന്നുള്ളതാണ് ഐവറി കോസ്റ്റും നോർവേയും തമ്മിലുള്ള വ്യത്യാസം. ഐവറി കോസ്റ്റിന് ഗോളടിക്കാൻ പറ്റിയ സ്ട്രൈക്കർ ഇഷ്ടംമാരെ പേരുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പോലെ എർലിംഗ് ഹാലൻഡ് ഉണ്ട്. കളിയിൽ ഇപ്പോൾ 4ാമത്തെ ഗോളാണ് അടിച്ചേക്കണത്. ആദ്യത്തെ ഗോൾ അടിച്ചത് അന്റോണിയോ നൂസ എന്ന് പറഞ്ഞാണ്. ഇവരൊന്നും അല്ലാതെ അവിടെ സ്ട്രൈക്കർമാരുണ്ട്. അവർക്ക് ഗോളടിക്കാനായിട്ട് കഴിവുണ്ട്. ആദ്യം നൂസയുടെ ഗോളിന് നോർവേ മുന്നിലായിരുന്നു. ഐവറി കോസ്റ്റ് 74-ാം മിനിറ്റിൽ അമൻഡാലിയോൻ്റെ 15-ാം നമ്പർ കളിക്കാരന് അദ്ദേഹം ഗോളടിച്ച് അത് 1-1 സമനിലയിലാക്കി. 86-ാമത്തെ മിനിറ്റിൽ ഹാളണ്ട് ഒരു ഗോളടിച്ചു. അവർ ജയിക്കുകയും ചെയ്തു. പക്ഷെ നന്നായിട്ട് വേർത്താണ് നോർവേ ജയിച്ചേക്കുന്നത്. ഐവറി കോസ്റ്റ് അവരുടെ പരിശ്രമം അനുസരിച്ചിട്ട് അത് ഗോളിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നല്ലൊരു സ്ട്രൈക്കറിൻ്റെ അഭാവം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ അധ്വാനിച്ച് എനിക്ക് 14 കോർണർ കിക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ കളിയുടെ ഏകദേശ ധാരണ. നോർവേക്ക് ആകെ 3 കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അവർക്ക് നല്ലൊരു സ്ട്രൈക്കറില്ല. അല്ലെങ്കിൽ ഗോള് ഈ പറയുന്ന മുന്നേറ്റങ്ങളും അറ്റാക്കുകളും കൺവേർട്ട് ചെയ്ത് ഗോളാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഐവറി കോസ്റ്റാണ് മുന്നിൽ നിന്നത്. പക്ഷേ ഫുട്ബോളാണ്. ഫുട്ബോളിൽ ഗോളടിച്ചാലേ കളി ജയിക്കുള്ളൂ. 2 ഗോളടിച്ച് നോർവേ ജയിച്ചു. അപ്പോൾ നോർവേനെ ഒട്ടും കുറച്ച് കാണിക്കണില്ല. അടുത്ത കളി അവർ പ്രീ ക്വാർട്ടറിൽ ബ്രസീലായിട്ടാണ്. അപ്പോൾ ഐവറി കോസ്റ്റിനെക്കാളും കുറേ കൂടി വീക്കായിട്ടുള്ള ടീമാണ് നോർവേ. ബ്രസീലിൻ്റെ കാര്യം എളുപ്പമാവും എന്നാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. 2ാമത്തെ കളി നടന്നത് ഫ്രാൻസ് സ്വീഡൻ. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ഫ്രാൻസ് ജയിക്കുമെന്ന് മാത്രം പറഞ്ഞു. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 സൈഡഡ് കളിയായിരിക്കും എന്ന് എനിക്കറിയായിരുന്നു. പ്രതീക്ഷിച്ച പോലെ അത്ര 1 സൈഡഡ് ആയിരുന്നില്ലെങ്കിലും വളരെ ആധികാരികമായി 3 ഗോളടിച്ച് സ്വീഡൻ ജയിച്ചു. കെലിയൻ എംബാപ്പെ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ 2 ഗോളടിച്ചിട്ടുണ്ട്. ഇപ്പോൾ മെസ്സിയുടെ ഒപ്പം ഈ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് 6 പോയിൻ്റായിട്ട് ഈക്വലായിട്ടിരിക്കുന്നതിന്. പിന്നെ യൂറോപ്യൻ ഫുട്ബോളർമാരിൽ നോക്കൗട്ട് സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ച് 10 ഗോള് അടിച്ച് കെലിയൻ എംബാപ്പെ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. മെസ്സിനെ എന്തായാലും പുള്ളി ക്രോസ് ചെയ്യുമെന്നുള്ള ഉറപ്പാണ്. അത് ഈ വേൾഡ് കപ്പ് അല്ലെങ്കിൽ അടുത്ത വേൾഡ് കപ്പ്. മെസ്സിയൊക്കെ ലാസ്റ്റ് വേൾഡ് കപ്പാണ്. പിന്നെ ഇങ്ങേരെ ഈ 2 വേൾഡ് കപ്പിലാണ് ഇത്രയും ഗോള്. മെസ്സിയായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനിയുണ്ട് കളികൾ. ഇനി പ്രീ ക്വാർട്ടറുണ്ട്, ക്വാർട്ടർ ഫൈനലുണ്ട്, സെമി ഫൈനലുണ്ട്, ഫൈനലുണ്ട്.
ഫ്രാൻസിനെ ഫൈനൽ വരെ ആർക്കെങ്കിലും തടയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഫ്രാൻസ് അടുത്ത കളി മിക്കവാറും അടുത്ത കളി പരാജയമായിട്ടാണ്. അത് കളിയായിട്ട് ഞാൻ കാണുന്നില്ല. അവർ ത്രൂ ആവും. ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോ ആയിട്ട് ആണ് അവരുടെ ഒരു ടെസ്റ്റ് എന്ന് പറയണത്. അതുപോലെ തന്നെ സെമി ഫൈനലിൽ അവർക്കെതിരായിട്ട് വരുന്ന ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ പോർച്ചുഗൽ, ചാൻസസ് തീരെ കുറവാണ്. ബെൽജിയം ചാൻസസ് തീരെ കുറവാണ്. സെനഗലുണ്ട്, USA ഉണ്ട്. ഈ 4 ടീമിൽ ആര് വരുമെന്നൊരു പിടിയില്ല. സ്പെയിനും ഉണ്ട്. സ്പെയിനൊക്കെ ജയിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഏത് ടീം വന്നു കഴിഞ്ഞാലും സെമി ഫൈനലിൽ അവരെ തടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ക്വാർട്ടർ ഫൈനലിലും ഫ്രാൻസിനെ തടുക്കാനായിട്ട് മൊറോക്കോ ഉണ്ടെങ്കിലും അതായിരിക്കും അവരുടെ ഏറ്റവും ടഫായിട്ടുള്ള കളി. സെമി ഫൈനലിൽ അത്ര ടഫായിരിക്കില്ല. മൊറോക്കോ ആയിട്ടുള്ള കളി അവർ ത്രൂ ആയി കഴിഞ്ഞാൽ പിന്നെ ഫൈനലാണ് അവർ. പ്രീ ക്വാർട്ടറിൽ പരാജയം അവർ ജയിക്കും. വളരെ സ്ട്രോങ് ആയിട്ട് ഈ വേൾഡ് കപ്പിൽ ഞാൻ കണ്ടേക്കണ ഏറ്റവും ശക്തമായ ടീം അവർ തന്നെ. അവസാനത്തെ കളി ഹോസ്റ്റ് കൺട്രിയായ മെക്സിക്കോയും എക്കഡോറും തമ്മിലായിരുന്നു. അതും 2-0 മെക്സിക്കോ ജയിച്ചു. വളരെ ഈസി ആയിട്ടുള്ളൊരു വിജയമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എന്നാലും കളിയുടെ എല്ലാ തലങ്ങളിലും മെക്സിക്കോ തന്നെ ആധിപത്യം പുലർത്തി. ബോൾ പൊസിഷൻ തന്നെ ഓർത്ത് കഴിഞ്ഞാൽ ഏകദേശം കളിയുടെ ധാരണ കിട്ടും. എക്കഡോറിന് 57% പൊസിഷൻ ഉണ്ടായി. അതായത് ഏറ്റവും കൂടുതൽ ബോൾ പൊസിഷൻ ചെയ്ത് വെച്ചത് എക്കഡോറാണ്. 43% ഉണ്ടായിരുന്നുള്ളൂ മെക്സിക്കോയ്ക്ക്. പക്ഷേ മെക്സിക്കോയാണ് ഏറ്റവും കൂടുതൽ ഷൂട്ട് അടിച്ച് 15 ഷൂട്ട് അടിച്ച് അതിൽ അവരുടെ 2 ഗോളായി. ആ 15 3 ടാർഗറ്റിൽ കയറി. ആ ടാർഗറ്റിൽ കയറിയതിൽ 2 ഗോളായത്. 57% സമയവും അറ്റാക്ക് ചെയ്ത് കളിച്ച എക്കഡോറിന് ആകെ 8 ഷോട്ടേ അടിക്കാൻ പറ്റുള്ളൂ. ടാർഗറ്റിൽ പോയത് ഒരേ ഒരു ഗോളാണ്. അത് ഗോളാവുകയും ചെയ്തു. അങ്ങനെ പാസസ് എടുത്തു കഴിഞ്ഞാലും പാസ് ആക്യുറസി എടുത്തു കഴിഞ്ഞാലും എല്ലാത്തിലും എക്കഡോർ തന്നെയാണ് മുന്നിട്ട് നിന്നത്. എക്കഡോറും മെക്സിക്കോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ടാർഗറ്റിൽ ഷൂട്ട് ചെയ്യണത് അറിയാൻ പാടില്ലാത്തൊരു, അവിടെ ചെല്ലുമ്പോൾ പോസ്റ്റിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ഇവർ കളി മറന്നു പോണേ. വളരെ അവരെക്കാളും കുറഞ്ഞ പൊസിഷൻ വെച്ച മെക്സിക്കോ 15 ഷോട്ട് അടിച്ചു. അതിൽ 3 ടാർഗറ്റിൽ പോയി. അതിൽ 2 ഗോള് കയറി. എക്കഡോറിന് ആകെ 8 ഷോട്ടേ അടിക്കാൻ പറ്റുള്ളൂ. അതിൽ ടാർഗറ്റിൽ പോയത് 1, അത് കൃത്യമായിട്ട് ഗോളാവുകയും ചെയ്തു. ഇതാണ് കളി. ഏതായാലും മെക്സിക്കോ മുന്നോട്ട് വന്നു. മെക്സിക്കോൻ്റെ അടുത്ത കളി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലണ്ടും DR കോങ്കോയും തമ്മിലുള്ള വിജയികളാണ്. ഇംഗ്ലണ്ടും DR കോങ്കോയും തമ്മിൽ കളി ആയിരിക്കുമെന്ന് ഞാൻ ഏതായാലും പ്രവചിക്കണില്ല. മിക്കവാറും ഇംഗ്ലണ്ട് തന്നെ ജയിക്കാനും. അതായാലും അവർക്ക് പ്രീ ക്വാർട്ടറിൽ ഇംഗ്ലണ്ടായിരിക്കും കിട്ടണത്. ഇംഗ്ലണ്ടിനെ മറികടക്കുകയോ ഇല്ലെന്ന് ക്വാർട്ടർ ഫൈനലാകുമ്പോൾ ഞാൻ പറയാം. അത് കഴിഞ്ഞ് ജയിച്ചെങ്ങാനും പോയി കഴിഞ്ഞാൽ അവർ ക്വാർട്ടർ ഫൈനലിൽ ബ്രസീലായിട്ടായിരിക്കും. അപ്പോൾ സാധാരണ മെക്സിക്കോ ഹോസ്റ്റ് ചെയ്യണ എല്ലാ കളിയിലും ക്വാർട്ടർ ഫൈനൽ കളിച്ചിട്ടുണ്ട്. അത് കാരണം ഇപ്രാവശ്യം ക്വാർട്ടർ ഫൈനലിലെത്തും. ക്വാർട്ടർ ഫൈനലിൽ നിന്ന് മുന്നോട്ട് സെമി ഫൈനൽ ഇതേവരെ കളിച്ചിട്ടില്ല. 3 പ്രാവശ്യം, ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. കഴിഞ്ഞ 2 പ്രാവശ്യം ഹോസ്റ്റ് ചെയ്തപ്പോൾ അവർ ക്വാർട്ടർ ഫൈനലിൽ കളിച്ചിട്ടുണ്ട്. ക്വാർട്ടർ ഫൈനലിൽ തോറ്റിട്ടുണ്ട്. ക്വാർട്ടർ ഫൈനലിൽ ഇപ്രാവശ്യം പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഇന്നലെ നടന്ന കളിയിൽ നടന്നത്. പക്ഷേ ആകെപ്പാടെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് ഐവറി കോസ്റ്റിനായിരുന്നു ഞാനൊരു എഴുത്ത് പ്രവചിച്ചത്. ഫ്രാൻസും മെക്സിക്കോയും ജയിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഒരു അട്ടിമറിയുന്നോ അല്ലെങ്കിൽ എനിക്ക് പ്രതീക്ഷിച്ചു. മറ്റുള്ള പലരും നോർവേ ജയിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ ഐവറി കോസ്റ്റ് ജയിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഐവറി കോസ്റ്റിനെ നോർവേ തോൽപ്പിച്ചു. അത് ഏത് രീതി കളിച്ച് കഴിഞ്ഞാലും ഗോൾ അടിക്കണവൻ ഫുട്ബോളിൽ ജയിക്കും. അതാണ് സംഭവം. ഇനി അടുത്ത കളി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കളീനെ കുറിച്ച് പറയാനാണ്.
ആദ്യത്തെ കളി ഇംഗ്ലണ്ടും DR കോങ്കോയുമാണ്. ഇംഗ്ലണ്ടിൻ്റെ അവസാനത്തെ ഗ്രൂപ്പ് സ്റ്റേജിലെ കളി എനിക്കങ്ങനെ അത്രയും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇംഗ്ലണ്ട് വലിയൊരു ടീം, വളരെ സ്ട്രോങ് ആയിട്ട് മറ്റേ ഫ്രാൻസും അർജൻറ്റീനയൊക്കെ കഴിഞ്ഞ് ഞാൻ കണ്ട ഒരു ടീമാണ്. പക്ഷേ ഗ്രൂപ്പ് സ്റ്റേജിൽ ആദ്യത്തെ കളിയൊക്കെ അവർ നന്നായിട്ട് കളിച്ചു. അവസാനത്തെ കളി അത്ര സുഖമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ജയിക്കില്ല എന്നല്ല പറയണം, DR കോങ്കോനെ ജയിക്കാനായിട്ടുള്ള കപ്പാസിറ്റിയൊക്കെ അവർക്കുണ്ട്. പക്ഷേ DR കോങ്കോനെ വളരെ ലൈറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പണി കിട്ടും. ജർമ്മനിക്ക് പറ്റിയ പോലെയുള്ള പണി കിട്ടും. ജർമ്മനി നല്ല ടീമായിരുന്നു, പക്ഷേ പരാഗെ തോൽപ്പിച്ചത് ആ ഓർമ്മ ഇംഗ്ലണ്ടിന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കളിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. DR കോങ്കോ ആഫ്രിക്കയിലെ ശക്തരായ കൺട്രിയാണ്. ആദ്യമായിട്ടാണ് ഒരു നോക്കൗട്ട് സ്റ്റേജ് കളിക്കുന്നത്. കഴിഞ്ഞ കളിയിൽ കണ്ടതാണ് DR കോങ്കോ ആരെയാണ് തോൽപ്പിച്ചിട്ട് എന്താ പറയണ റൗണ്ട് ഓഫ് 32-ൽ പല വമ്പന്മാരെയും പുറത്താക്കി കളഞ്ഞാണ്. തോൽപ്പിച്ചത് ആരേ ആയിക്കോട്ടെ, പക്ഷേ റൗണ്ട് ഓഫ് 32-ൽ വരുമെന്ന് പറഞ്ഞാൽ കൊറിയ, ഉറുഗ്വേ, പല കൺട്രികളിലെയും അഡ്രസ്സേ പോയി. അതുകൊണ്ട് നന്നായിട്ട് കളിച്ച ഉറപ്പായിട്ടും ഇംഗ്ലണ്ടിന് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും. ജർമ്മനിയെ പോലെ കളിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. രണ്ടാമത്തെ കളി ബെൽജിയം സെനഗലാണ്. രണ്ട് ടീമും വളരെ സ്ട്രോങ് ആണ്. ഇവിടെ ഞാൻ ആർക്കും മുൻഗണനയൊന്നും നൽകുന്നില്ല. 50-50 ചാൻസസ് ആണ്. ഗ്രൂപ്പ് സ്റ്റേജിലെ കളിയിൽ ചെറിയ അടിച്ച് ബെൽജിയത്തിന് കൊടുക്കാമെന്ന് വിചാരിച്ചാലും സെനഗൽ അത്ര മോശമൊന്നുമല്ല. പക്ഷേ സെനഗൽ ബെൽജിയത്തിനെ പോലെ ഒരു ഇതിലല്ല വന്നേക്കണത്. എന്നിരുന്നാലും ഒരു സ്ലൈറ്റ് അടിച്ച് ഒരു 49-51 അത്രേ കൊടുക്കുന്നുള്ളൂ. ബെൽജിയത്തിന് 51% ചാൻസും സെനഗലിന് 49% ചാൻസുമാണ്. അവസാനത്തെ കളി നാളെ രാവിലെ USA ബോസ്നിയൻ ഹെർസഗോവിന. വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് USA അതിൻ്റെ അത് ജയിച്ച് കയറുമെന്നാണ്. അല്ല വല്ല അട്ടിമറി സംഭവിക്കണം. ബോസ്നിയ അങ്ങനെ ഒരു അട്ടിമറി നടത്താൻ പറ്റിയ ടീമല്ല എന്നൊന്നും ഞാൻ പറയണില്ല. USA കുറച്ച് മോശമായിട്ടും കൂടി കളിക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തുല്യശക്തികൾ കളിക്കുന്നത് ബെൽജിയം സെനഗലും തമ്മിലായിരിക്കും. മറ്റേത് രണ്ടുപേരും ഇംഗ്ലണ്ട് നന്നായി കളിച്ചാൽ ഒരു കുഴപ്പമില്ലാണ്ട് ജയിച്ചു വരാം. USA നന്നായിട്ട് കളിച്ചാൽ USAക്കും ഈസി ആയിട്ട് ജയിച്ചു വരാം. അത്ര ഇന്ന് നടക്കാൻ പോണ കളിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇംഗ്ലണ്ട് ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് മെക്സിക്കോ ആയിരിക്കും കിട്ടണേ. അതുപോലെ തന്നെ ബെൽജിയം സെനഗലും കൂടി ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിച്ചു വരുന്ന ടീമിന് USA ബോസ്നിയ ജയിച്ചു വരുന്ന ടീമായിട്ട് കളിക്കേണ്ടി വരും. അപ്പോൾ ഒന്നില്ലെങ്കിൽ USA വരുമെന്നാണ് എൻ്റെ വിശ്വാസം. USAയും സെനഗലായിട്ടോ അല്ലെങ്കിൽ USAയും ബെൽജിയമായിട്ടുള്ള കളിയാണ് വരാൻ സാധ്യത. അവർ പോർച്ചുഗലോ സ്പെയിനായിട്ട് ക്വാർട്ടർ ഫൈനൽ കളിക്കേണ്ടി വരും. അതാണ് സംഗതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബാക്കി നാളെ കളി കഴിഞ്ഞിട്ട് കാണാം. എല്ലാവർക്കും നല്ല നമസ്കാരം. നമസ്തേ.